സാരമില്ല. എന്നെ കൂടുതൽ അറിയുമ്പോൾ നീ ഒരുപക്ഷെ എന്നെ സ്നേഹിച്ചേക്കും. ഗൊനീസിലെ ഒരു നോട്ടറിയുടെ മകനാണ് ഞാൻ. എന്റെ അച്ഛനെ ബർഗണ്ടിക്കാർ തൂക്കിക്കൊന്നു. അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ 6-ാം വയസ്സിൽ ഞാനൊരു അനാഥനായി. ഞാൻ തെരുവിലേക്ക് എറിയപ്പെട്ടു. 6 മുതൽ 16 വയസ്സുവരെ ഞാൻ എങ്ങനെ കഴിഞ്ഞു എന്നെനിക്ക് തന്നെ അറിയില്ല. എന്റെ പാദത്തിന് പാരീസിലെ നിരത്തല്ലാതെ മറ്റൊരു പാതകവും ഇല്ലാതായി. ഇവിടെ ഒരു പഴക്കച്ചവടക്കാരി ഒരു ആപ്പിൾ പഴമോ പ്ലം പഴമോ തരും. അവിടെ ഒരു റൊട്ടിക്കാരൻ ഒരു കഷ്ണം റൊട്ടിയിട്ട് തരും. രാത്രി ഞാൻ കാവൽ ഭടന്റെ മുമ്പിൽ ചെന്ന് ചാടും. അയാൾ എന്നെ പിടികൂടി തടവിൽ വയ്ക്കും. അവിടെ കിടക്കാൻ ഒരു കറ്റ കച്ചിയെങ്കിലും എനിക്ക് കിട്ടും. ഇത്തരത്തിൽ ജീവിച്ചിട്ടും നീ കാണുന്നത് പോലെ നീണ്ടു ചടച്ച ഒരുത്തനായി ഞാൻ വളർന്നു. 16 വയസ്സായപ്പോൾ പല ജോലികളും ഞാൻ മാറി മാറി പരീക്ഷിച്ചു. ഒരു പടയാളിയായി, എന്നാൽ അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പിന്നെ ഒരു സന്യാസിയായി, എന്നാൽ അതിനുള്ള മതഭക്തി എനിക്കില്ലായിരുന്നു. നിരാശനായി ആശാരിപ്പണിയിലേക്ക് തിരിഞ്ഞു, എന്നാൽ അതിനുള്ള കരുത്തെനിക്കില്ലായിരുന്നു. എനിക്കൊരു സ്കൂൾ മാഷാവാനായിരുന്നു കൂടുതൽ താല്പര്യം, എന്നാൽ എനിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. ഒടുവിൽ ഏത് ജോലിക്കും എന്തെങ്കിലും കഴിവ് ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് സ്വയം കവിയാകാൻ തീരുമാനിച്ചത്. പല പരിചയക്കാരും എന്നെ ഉപദേശിച്ചത് കള്ളനാകാനാണ്. അതിനേക്കാൾ ഭേദമാണല്ലോ കവിയാകുന്നത്. ഭാഗ്യവശാൽ നേത്രദാമിലെ ആർച്ച് ഡീക്കനായ ക്ലോഡ് ഫ്ലോയെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. സാഹിത്യവും ശാസ്ത്രവും അദ്ദേഹത്തിൽ നിന്ന് അഭ്യസിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു ആശ്ചര്യ നാടകത്തിന്റെ രചയിതാവാണ് ഞാൻ. ഇന്നത് നീതിനായക കൊട്ടാരവളപ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ ബുദ്ധിപരമായ സൂത്രപ്പണികൾ എനിക്കറിയാം. അതെല്ലാം നിന്റെ കോലാടിനെ ഞാൻ പഠിപ്പിക്കാം. അങ്ങനെ ധാരാളം പണം നമുക്ക് സമ്പാദിക്കാം. ഞാൻ നിന്റെ സേവനത്തിന് തയ്യാറായി നിൽക്കുകയാണ്. എന്റെ പാണ്ഡിത്യം നിനക്ക് സഹായകരമാകും. ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയ്ക്കോ സഹോദരി സഹോദരന്മാരെന്ന നിലയ്ക്കോ നിന്റെ ഇഷ്ടാനുസരണം നമ്മൾക്ക് ജീവിക്കാം. അവൾ നിലത്തേക്ക് കണ്ണും നട്ടുകൊണ്ടിരിക്കുകയാണ്. ഫവാബ് എന്നവൾ മെല്ലെ പറഞ്ഞു. പിന്നെ കവിയുടെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഫവാബു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗ്രീൻ സാറിനൊന്നും മനസ്സിലായില്ല. എങ്കിലും അയാൾ മാന്യതയോടെ മറുപടി നൽകി. അതൊരു ലാറ്റിൻ വാക്കാണ്. അർത്ഥം സൂര്യൻ. സൂര്യൻ? അവൾ ആവർത്തിച്ചു. സുന്ദരനായ ഒരു വില്ലാളി ദേവന്റെ പേരാണത്. ഗ്രീൻ സാർ തുടർന്നു. ഒരു ദേവൻ? അവളുടെ സ്വരത്തിൽ വികാരം മുറ്റിനിന്നു. ആ സമയത്ത് ഒരു വള കയ്യിൽ നിന്നും ഊരി വീണു. പെട്ടെന്നത് എടുക്കാനായി അയാൾ കുനിഞ്ഞു. അയാൾ തല ഉയർത്തിയപ്പോഴേക്കും പെൺകുട്ടിയും ആടും അപ്രത്യക്ഷരായി കഴിഞ്ഞിരുന്നു. ഇതൊരു അസാധാരണമായ ആദ്യ രാത്രി തന്നെ, ഗ്രീൻ സാർ ആത്മഗതമായി പറഞ്ഞു.